ഐലൻഡ് ഹോപ്പിംഗ് ടൂറെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലങ്കാവി ഒന്ന് ചുറ്റിക്കാണുവാൻ തീരുമാനിച്ചു. എൻ്റെ ഇളയാളിയൻ രാജനാണ് ഡ്രൈവിംഗ് സീറ്റിൽ. പുള്ളി വളരെ കൂളായിട്ട് വണ്ടി ഓടിച്ച് പോവുകയാണ്. അപ്പോൾ ഈ ഉർവൻ എന്ന നിസാൻ്റെ ഈ വാൻ ഞങ്ങൾ റെൻറ്റിനെടുത്തിരിക്കുകയാണല്ലോ. ഇതിൻ്റെ റെൻറ്റ് ഒരു ദിവസത്തേക്ക് 200 റിങ്കിറ്റാണ്. അങ്ങനെ 3 ദിവസത്തേക്കുള്ള റെൻറ്റ് 600 റിങ്കിറ്റും പിന്നെ ഒരു സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് 200 റിങ്കിറ്റും ഞങ്ങൾ വണ്ടി തന്നപ്പോൾ തന്നെ കൊടുത്തിരുന്നു. അപ്പോൾ നമ്മൾ പരിക്കൊന്നുമില്ലാതെ തിരിച്ച് വണ്ടി എയർപോർട്ടിൽ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് 200 റിങ്കിറ്റ് തിരിച്ചു തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലങ്കാവിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ വണ്ടി റെൻറ്റിനെടുത്തിരിക്കുന്നതാണ് ഏറ്റവും സൗകര്യം. മാത്രമല്ല, നമുക്ക് ഇംഗ്ലീഷിലുള്ള ഏതൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ചും നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കാം. വേറെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ 2:15 മണിയോളമായി. ഞങ്ങൾക്കെല്ലാവർക്കും വയറ്റിൽ നിന്നും പുക ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു, റോക്ക് ഫെല്ലേഴ്സ് കിച്ചൺ പ്ലസ് ബാർ. നേരെ അങ്ങോട്ട് കയറി. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഇതൊരു റെസ്റ്റോറൻറ്റ് ചെയിനാണ്. ഞാൻ മലേഷ്യയുടെ ഒരു ദേശീയ ഭക്ഷണം എന്ന് പറയാവുന്ന നാസി ഗൊരങ് ആണ് ഓർഡർ ചെയ്തത്. ഇത് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസാണ്. ഇതിൻ്റെ കൂട്ടത്തിലൊരു ചിക്കൻ പീസുണ്ട്, ഒരു ബുൾസൈ ഉണ്ട്, പിന്നെ 2 ടൈപ്പ് സോസ്, ഒരു ചില്ലി സോസും വേറൊരു സോസും ഉണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾസും പപ്പടവും ഒക്കെ ഉണ്ട്. സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു. അത് മുഴുവൻ അടിച്ച് തീർത്തു. പിന്നെ ബാക്കിയുള്ളവർക്ക് ഇന്ത്യൻ ഫുഡും കിട്ടി. ഇത് ഒരു സെമി ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. ആഹാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വണ്ടിയിൽ കയറി ലങ്കാവിയിലെ മനോഹര കാഴ്ചകൾ കണ്ടുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ സഞ്ചാരപഥം. ഇങ്ങനെ താഴെയുള്ള ജട്ടി തലൂക്ക് ബാരിയിൽ നിന്നും അങ്ങ് മുകളിലുള്ള, അതായത് വടക്കേ അറ്റത്തുള്ള താഞ്ചോങ് റോ ബീച്ചിലേക്കാണ് പോകുന്നത്. സെൻറ്ററിൽ കൂടെ നേരെ ഒരു വഴിയുണ്ട്. പക്ഷേ ഞങ്ങൾ പടിഞ്ഞാറ് സൈഡ് വഴി ഹൈവേ 115, 114, 113 എന്നിവ പിടിച്ചൊന്ന് കറങ്ങിയാണ് പോകുന്നത്. തിരിച്ച് ഹൈവേ 112 വഴി ഐലൻഡിൻ്റെ കിഴക്ക് സൈഡിൽ കൂടെ ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് വരിക. അതാണ് ഞങ്ങളുടെ പ്ലാൻ. സുഹൃത്തുക്കളെ, ഈ മനോഹര ഭൂമിയിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുണ്ട്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നമുക്കിനിയും ഇതുപോലെ മനോഹരങ്ങളായ കാഴ്ചകൾ ഒരു അനവധി കാണാനുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പെട്രോണാസ് ക്വേ എന്ന ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇനി ഉർവന് കുറച്ച് ഡീസൽ അടിക്കണം. അപ്പോൾ പെട്രോണാസിൻ്റെ ഒരു പമ്പ് കണ്ട് അങ്ങോട്ട് കയറി. പെട്രോണാസ് എന്നത് മലേഷ്യയുടെ ഗവൺമെൻറ് ഓൺഡ് ഓയിൽ കമ്പനിയാണ്. മലേഷ്യയിലെ എല്ലാ പ്രകൃതി വാതക വിഭവങ്ങളുടെയും ഉടമസ്ഥാവകാശം ഇവർക്കാണ്. പെട്രോണാസ് ലോകത്തിലെ ഫോർച്യൂൺ 500 കമ്പനീസിൽ ഒന്നാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി നേരെ പമ്പിലോട്ട് കയറ്റി. ഇവിടെ നമ്മൾ ആദ്യം കൗണ്ടറിൽ പൈസ അടയ്ക്കണം. 1 ലിറ്റർ ഡീസലിന് 2.98 റിങ്കിറ്റാണ്. അതായത് ഏകദേശം നമ്മളുടെ 60 രൂപ വരും. അപ്പോൾ ഒരു 15 ലിറ്ററിനുള്ള പൈസ അവിടെ അടച്ചു. അപ്പോൾ പൈസ അടച്ചു കഴിയുമ്പോൾ നമുക്ക് ഉള്ള പമ്പ് അവരൊന്ന് ഇനേബിൾ ചെയ്ത് തരും. പിന്നെ നമുക്ക് പെട്രോൾ അടിക്കാം.
മലേഷ്യയിൽ ഈ പരിപാടിയും ചെയ്തു. ജലാൻ തെലുക് ഹ്യൂ എന്ന് പറയുന്ന വീഥിയാണിത്. 5 കിലോമീറ്റേഴ്സ്. കുരങ്ങന്മാര് ഇഷ്ടം പോലെ. ലങ്കാവിയിലെ ഹനുമാൻ കുട്ടികൾ. ലങ്കാവിയിലെ ഹനുമാൻ ഡബിൾ ലൈൻ കണ്ടാൽ അത് പാലിച്ച് പോകും, ആരും ഓവർടേക്ക് ചെയ്യത്തില്ല. ക്യൂ ആയിട്ട് പോകുന്ന കണ്ടോ. നമ്മളവിടെ ആണെങ്കിൽ ഈ വളവിലൊക്കെ എതിരെ എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ നമ്മളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു ട്രെയിലർ അങ്ങനെ റിവേഴ്സിൽ കയറി പോകുന്നുണ്ട്. ഒരു സ്ഥാപനം ഉണ്ട്, വൻ സംഭവം. തിരിക്കുക അപ്പാടെ കൊച്ചു ചെറുക്കനെ പോലെ ഇരിക്കുന്ന ഒരു ഡ്രൈവറാണ്. പക്ഷേ അവൻ തിരിച്ചതാ, യൂട്ടേൺ എടുത്തായിരിക്കും മിക്കവാറും. പക്ഷെ അത് വരുന്ന വരവ് വേണം നോക്കാൻ. ഞാനതിനനുസരിച്ച് വണ്ടി ഒതുക്കി നിർത്തി വളരെ ബുദ്ധിപരമായിട്ട് ഞാനതിനെ നേരിട്ടു. ഒന്ന് പതുക്കെ സ്ലോ ചെയ്ത് പതുക്കെ പോകും. ഇവിടെ പതുക്കെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ കിടക്കുന്നതേ. 15 നൈസ് ഫ്രൂട്ട് സ്റ്റാൾ. മലേഷ്യയിലെ ലങ്കാവിലെ ഒരു ഫ്രൂട്ട് സ്റ്റാളിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം കിട്ടും. വിവിധ തരം പഴങ്ങൾ, കൈതച്ചക്ക, നമ്മളെ തണ്ണിമത്തൻ, കിരണിൻ്റെ വലിയ വെർഷൻ, പിന്നെ മസ്ക് മെലോണിൻ്റെ ചെറിയ വെർഷൻ, മാങ്ങകൾ പല വെറൈറ്റി, വലിയ തായ്ലൻഡ് ജാമ്പ, സ്റ്റാർ ഫ്രൂട്ട്, ചെറിയ ഓറഞ്ച്, ലോട്ട് ഓഫ് ഡ്രാഗൺ ഫ്രൂട്ട്. വിലകൾ ഏകദേശം നമ്മളെ നാട്ടിലെ ഇതിന് സമാനമാണ്, കമ്പയറബിൾ ആണ്. ലോങ്ങൻ ഫ്രൂട്ട് ഒരു ബഞ്ച് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. 18 റിങ്കിറ്റ്, അതായത് 360 രൂപയാണ് ഒരു കിലോയ്ക്ക് ഇവിടെ വില. ഇവിടെ കമ്പിളി നാരങ്ങ കുറച്ചുകൂടെ ഷേപ്പൊക്കെ വ്യത്യാസമുണ്ട്. ഇതൊരു കിലോയ്ക്ക് 200 രൂപയാണ്, അതായത് 10 റിങ്കിറ്റാണ്. ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചതാണ്, മോള് പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ എൻജോയ് ചെയ്യുന്നത്. ഇവിടുത്തെ വെജിറ്റേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. ഇതിപ്പോൾ കേരളത്തിൽ കൂടെ പോകാമെന്നല്ലേ തോന്നും. അങ്ങനെ പോയപ്പോൾ അതാ വഴിയരികിൽ കരിക്ക്. ഉടനെ അവിടെ ചവിട്ടി നിർത്തി ഇറങ്ങി. ഞങ്ങൾ 12 പേർക്കുമായി 6 കരിക്കുകൾ വാങ്ങിച്ചു. വലിയ കരിക്കുകളാണ്, ധാരാളം വെള്ളമുള്ള വെറൈറ്റിയാണ് ഇവിടുത്തെ കരിക്കുകൾ. കരിക്കയുടെ നാടിപൊളി കരിക്ക കുടിച്ചു. 6 റിങ്കിറ്റ് വെച്ച്, അതായത് 120 രൂപ. എന്നാലും വലിയ കരിക്കായിരുന്നു, കൊള്ളാം. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു ചെടി, ഇതിനകത്ത് നല്ല ചുവന്ന കായകൾ. അടുത്തൊന്നും ആരെയും കണ്ടില്ല, അല്ലെങ്കിൽ ചോദിക്കായിരുന്നു എന്ത് സംഭവമാണ്, കഴിക്കാൻ കൊള്ളാവുന്നതാണോ എന്നൊക്കെ. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ പതിയെ പോവുകയാണ്. ലങ്കാവി ചുറ്റിക്കറങ്ങൽ. വഴിയരികിൽ കണ്ട ഒരു റെസ്റ്റ് ഏരിയയിൽ നിർത്തിയതാണ്. ഇവിടെ നമുക്ക് വിശ്രമിക്കുവാനും അതുപോലെ ടോയ്ലറ്റിൽ പോകുവാനും ഒക്കെയുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. മനോഹരമായ കാഴ്ചകളാണ്, ലങ്കാവിയിലെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളിവിടെ നിൽക്കുമ്പോൾ കാണുന്നത് തന്നെ.
ഞങ്ങളൊരു റൗണ്ട് അബൌട്ടിലെത്തി. ഇവിടെ നിന്നും ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാണ് നമുക്ക് ബീച്ച് ഏരിയയിലോട്ട് പോകേണ്ടത്. ലെഫ്റ്റിലോട്ട് തിരിച്ച് പതുക്കെ വിട്ടുപിടിച്ചു. Exit the roundabout onto Jalan Tanjung Road. Continue on Jalan Tanjung Road for 5 kilometers. ഞങ്ങൾ താഞ്ചൂങ് റോ ബീച്ചിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെയെല്ലാം നിറയെ കാറ്റാടി മരങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ താഞ്ചൂങ് റോ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. കുറേ ഡ്രൈവ് ചെയ്ത് നമ്മളിവിടെ എത്തി. പല ആക്ടിവിറ്റീസും ഉണ്ട്. ATV റൈഡുണ്ട്, പിന്നെ ജെറ്റ് സ്കീ എടുത്ത് പോകാൻ പറ്റും. ഇതിപ്പം മലേഷ്യയുടെ ലങ്കാവിയുടെ ഏകദേശം വടക്ക് സൈഡിലുള്ള ഒരു ബീച്ചാണ് താഞ്ചൂങ് റോ. പന്തൈ സനാങ് എന്ന് പറയുന്ന ബീച്ചാണ് ഏറ്റവും ഫേമസ്. ഈ താഞ്ചൂങ് റോ അത്ര ക്രൗഡൊന്നും അല്ല. എല്ലാവരും കാലൊക്കെ നനയ്ക്കാൻ വേണ്ടി ചാടിയിട്ടുണ്ട്. കടലിൽ കടന്ന് കുളിച്ചതിന് ശേഷം പിന്നെ ഇവിടെ വന്ന് കാല് നനയ്ക്കുന്നത് വലിയ അട്രാക്ഷനൊന്നുമില്ല. ഇവിടെ ശരിക്കും ആളുകൾ കടലിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അത്യാവശ്യം തിരയുണ്ട് കേട്ടോ. തിരയുണ്ട് അത്യാവശ്യം. സൂര്യൻ അസ്തമിക്കാറായി. ഇവിടെ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത് താമസിച്ചാണ്. ഏകദേശം 7:45-8 മണിയായി കഴിഞ്ഞ് ഇരുട്ട് വീഴത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്നും തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ തിരിച്ചെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ പൂൾ ടേബിളിലേക്ക് അങ്ങ് ചേക്കേറി. വാശിയേറിയ ഒരു പൂള് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇടയിൽ ശ്രീകുമാറിനും മകൻ കണ്ണനും മാത്രമേ ഈ കളിയുടെ എന്തെങ്കിലുമൊക്കെ അറിയാവൂ. അവരുടെ ഇൻസ്ട്രക്ഷൻസൊക്കെ വെച്ച് ഞങ്ങളും പയറ്റുകയാണ്. ഡിന്നർ ടൈമാണ്. നമുക്കിവിടെ മലേഷ്യയിൽ ഗ്രാബ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട്. അത് നമ്മളെ ഊബറിനെ പോലെ അല്ലെങ്കിൽ ഒലയെ പോലെ നമുക്ക് ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യാനും ഉപയോഗിക്കാം. അതുപോലെ സ്വിഗ്ഗി സൊമാറ്റോ ആപ്പുകൾ പോലെ ഭക്ഷണവും അതുപോലെ ഗ്രോസറികളും ഒക്കെ ഓർഡർ ചെയ്യാനും ഉപയോഗിക്കാം. അപ്പോൾ ആ ആപ്പ് ഉപയോഗിച്ച് ഞങ്ങൾ കുറച്ച് അരിയും മറ്റ് തൈര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുത്തിയിരുന്നു. അതെല്ലാം കുക്ക് ചെയ്തു. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചപ്പാത്തി ഉണ്ടായിരുന്നു, അത് ചുട്ടെടുത്തു. കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഡിന്നർ കുശാലായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരമെങ്കിലും നമുക്ക് നമ്മുടെ വായ്ക്ക് രുചിയായിട്ടുള്ള ഇന്ത്യൻ ഫുഡ്, നമ്മളെ ഫുഡ് കഴിക്കാൻ പറ്റും. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റും. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ കുറച്ച് എക്സ്പെൻസീവ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അതിന് 700-ൽ പുറത്ത് റിങ്കിറ്റ് ലഞ്ചിന് ചിലവായി. അതായത് ഒരാൾക്ക് 1200 രൂപയ്ക്ക് പുറത്തായി ലഞ്ച്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിലവുകളൊന്ന് ബാലൻസ് ചെയ്യാൻ നമ്മളിങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുന്നതിലൂടെ സാധിക്കും. ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയായി. നാളെ ഞങ്ങളുടെ പ്രധാന പരിപാടി ഇവിടെ ലങ്കാവി സ്കൈ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അത് കാണുക എന്നാണ്. അത് നല്ല ഉയരത്തിൽ ഒരു 2000 അടിക്ക് മുകളിലുള്ള 2 മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു പാലമാണ്. അവിടെ കേബിൾ കാറും മറ്റുമുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് നാളെ പോകാം. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.